ഗുഡ് മോർണിംഗ്. സമയം 6:53. നമ്മൾ ഇവിടുന്ന് വാരണാസിയിലോട്ട് പോവാണ്. നമ്മളിപ്പോൾ റവേലുള്ളത്. ഇവിടുന്ന് 258 കിലോമീറ്ററാണ് വാരണാസിയിലേക്ക്. ഉള്ളത് പക്ഷേ 5 മണിക്കൂർ എടുക്കും. 5-6 മണിക്കൂറിനടുത്തെടുക്കും. റോഡ് അത്ര നല്ലതല്ലെന്നാണ് തോന്നുന്നത്. അതെ. അപ്പം നമ്മളിന്ന് വാരണാസി പോയിട്ട് വാരണാസി ഫുള്ളൊന്ന് കറങ്ങി നാളെ രാവിലെ അവിടെ നിന്ന് പോകാമെന്നാണ് വിചാരിച്ചേക്കുന്നത്. അവിടെ ചെന്നിട്ട് നോക്കാം. നമുക്ക് നാളെയും കൂടി നിൽക്കണം. നമ്മൾ നാളെയും കൂടി നിൽക്കാം. നമുക്കങ്ങനെ ഹറിബറി പ്ലാൻസ് ഒന്നുമില്ല. നമ്മൾ പീസ്ഫുള്ളായിട്ട് എല്ലായിടമൊക്കെ കണ്ട് നമ്മൾ പോകാത്ത സ്ഥലമൊക്കെ എക്സ്പ്ലോർ ചെയ്ത് നമ്മളങ്ങനെ വളരെ നൈസായിട്ടാണ് പോകുന്നത്. സോ നമ്മൾ ഇന്നത്തെ വ്ലോഗ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നു. അതെ, ഇതായിരുന്നു നമ്മൾ സ്റ്റേ ചെയ്ത സ്ഥലം. നമ്മളൊരു സ്ഥലത്ത് ഫുഡ് കഴിക്കാൻ കയറി. ഗൈസ്, ഹനുമാന, അതാണ് ഈ സ്ഥലത്തിന്റെ പേര്. ഞങ്ങൾ ഫുഡ് കഴിച്ചിറങ്ങി. നല്ല ഫുഡായിരുന്നു. ഞാൻ പിടിച്ചോളാം. നല്ല ഫുഡായിരുന്നു. നല്ല ചായയും നല്ല കോഫിയും അടിപൊളി ഫുഡായിരുന്നു. ഒന്ന് റിഫ്രഷ്ഡായി. ഇനി വീണ്ടും പുളുങ്കം അൽഫാമായി മാറാം. അൽഫാം ഓർ ഷവായി മസ്റ്റ്. ഞങ്ങൾ കഴിച്ചിറങ്ങി. ഭയങ്കര വെയിലാ. ഓ എൻ്റെ മോനെ, സീൻ വെയില്. നമ്മളിതേ അവിടുന്നാ ഇറങ്ങി വന്നത്. അവിടുന്ന് ഇപ്പോൾ നേരെ ഇറങ്ങി താഴത്തെ റോഡിലെത്തിയിട്ടുണ്ട്. ബ്യൂട്ടി ആയിരുന്നു, ബ്യൂട്ടി. മായാവലയം നിറങ്ങളാ
ഗൈസ്, നമ്മൾ നമ്മുടെ സ്റ്റേയിലെത്തി. ആൻഡ് ഇനിയിപ്പം ഇവിടുന്ന് ഫ്രഷ് ആയിട്ട് നമ്മൾ പുറത്തേക്കൊന്ന് പോയി ഒന്ന് വാരണാസി ഒന്ന് കണ്ട് തിരിച്ചു വരാമെന്നാണ് പ്ലാൻ. അപ്പൊക്കെ റൂം സെറ്റ് ആക്കിയിട്ടുണ്ട്, അത് നോക്കാൻ പോയേക്കുന്നു. ഇപ്പം ഇന്നിവിടെ ബൈക്ക് ഇവിടെ പാർക്ക് ചെയ്തിട്ട് നമ്മൾ റിക്ഷ എങ്ങാനോ എടുത്ത് പുറത്ത് കാണാൻ പോകും. നല്ല സ്റ്റേ, കൊള്ളാം. നല്ല വാം ഗ്രീറ്റിംഗ് ഒക്കെ ആയിട്ട് നല്ല 2 പിള്ളേർ റിസപ്ഷനിൽ നിൽക്കുന്നത്. നമ്മളൊന്ന് ഫ്രഷായിട്ട് ലഞ്ച് കഴിക്കാനാണ്. ഞങ്ങളൊരു സേഫ് വഴി കണ്ടുപിടിച്ച്. മഴയുണ്ട്, പിന്നെ നമ്മളിങ്ങനെ റോഡിലൂടെ നടക്കാൻ വയ്യ, ഭയങ്കര ബഹളം. സോ നമ്മൾ അകത്തൂടെ കയറി റോഡിലിറങ്ങി വീണ്ടും. തെറ്റിയാ? ഓക്കെ, ഞങ്ങൾക്ക് വഴി തെറ്റിയിരിക്കുന്നു. ബാ, തിരിഞ്ഞ് നടക്കാം. നടക്കുന്നതിന് പ്രശ്നമില്ല, പക്ഷെ മഴ, അതാണ് പ്രശ്നം. വൈകുന്നേരം ഗാട്ടിലൂടെയൊക്കെ പോകുമ്പോൾ തിരക്കായിരിക്കും, മാസ്ക് നല്ലതാണ്. ഓക്കെ, സേഫ്റ്റി ഫസ്റ്റ്. അതുകൊണ്ട് ക്യാപ്പിട്ട ഇതൊക്കെ ഞങ്ങളോട് പറഞ്ഞത് എന്തിനാ? കുറച്ച് നീങ്ങ. നിനക്കതൊക്കെ എങ്ങനെയാ സാധിക്കുന്നത്? നമ്മൾ കയറി കഴിച്ച് കുറച്ച് നല്ല തിരക്കാണ്. സൺസ്ക്രീൻ ഇട്ടേണ്ടി വന്നു. അല്ലല്ല, ഞാൻ ഒന്നും ഇട്ടില്ലല്ലോ, ഞാനിങ്ങനല്ലേ ഇരിക്കുന്നത്. അത് പിന്നെ പൊന്നമ്പുറത്തിന് എന്തിനാ പൊട്ട്? നല്ല തിരക്ക്. കേരള കഫേ എന്ന പേര്, ഇവിടെ മൊത്തം ഹിന്ദിക്കാരാണ്. ആ എരണം കെട്ടനോട് ചിലക്കാണ്ടിരിക്കാൻ പറ. അറിവ് പകരുന്തോറും വളരുന്നല്ലേ സാർ? മൊത്തത്തിലൊരു ടെമ്പിൾ വൈബുണ്ട്. ബട്ട് കൊള്ളാം, നല്ല രസമുണ്ട്. ഇത് ഭൂരിയല്ലേ? അല്ല, എനിക്കറിയാൻ മേലാന്നിട്ട് ചോദിക്കുക. ഈ പെണ്ണുമ്പിള്ളയെ പിടിച്ച് പുറത്ത് കളയാൻ ഇവിടെ ആരുമില്ലേ? കൊള്ളാം, പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഈ സ്ത്രീയുടെ തലക്കല്ല താറാറില്ലല്ലേ? നമ്മൾ കഴിച്ചിറങ്ങിയപ്പോൾ മൊത്തം വെയിലായി. നോക്ക്, ഊബർ ഓട്ടോ. ഞങ്ങൾ കാശി വിഷ്ണുനാഥ ടെമ്പിളിലോട്ട് പോകും. അതെ, ഞങ്ങൾ കാശിക്ക് പോകും. കാശിയിലാണ് ഉള്ളത്. കൊല്ലം ടു വാരണാസി ഇവിടം വരെ വന്നു. എന്താണ് പറയാനുള്ളത്? ഞാൻ നല്ല എൻജോയ് ചെയ്തു, എൻ്റെ ബൈക്ക് റൈഡ് ചെയ്തു. ഞങ്ങൾ നല്ല നല്ല സ്ഥലമൊക്കെ കണ്ട് ആസ്വദിച്ച്. ഇന്റർകോം ഉണ്ടായതുകൊണ്ട് ബൈക്ക് റൈഡാണ് മെയിനായിട്ട് ആസ്വദിച്ചത്. ഇന്റർകോം ഉണ്ടായതുകൊണ്ട് സമയം പോകാനും നമുക്ക് ബോറടിയൊന്നും ഇല്ലായിരുന്നു. പിന്നെ ബോറടിക്കൂല, അത്ര ഭയങ്കര ഡിഫറെൻറ്റ് സീനിക് ബ്യൂട്ടീസ് ആയിരുന്നു ഫുള്ള്. എന്ത് ഭംഗിയല്ലേ? പക്ഷെ പ്രശ്നം എന്താന്ന് വെച്ചാൽ ഞാൻ ക്യാമറ എടുത്ത് ഓൺ ആക്കുമ്പോഴത്തേക്കും ഞാൻ പോയി വിട്ടടിച്ചു പോവും. അപ്പൊ പിന്നെ ആ വിഷ്വൽസ് കിട്ടത്തില്ല. പിന്നെ ഞാൻ മുൻകൂട്ടി ഞാനിങ്ങനെ ആലോചിക്കും, ഓക്കെ ഇവിടെ ചെല്ലുമ്പോൾ നല്ല ബ്യൂട്ടി ആയിരിക്കും. അപ്പോഴാണ് ഞാൻ ക്യാമറ എടുത്ത് വിഷ്വൽസ് എടുക്കുന്നത്. അതെ 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 അതെ. എന്തതെ? വെറുതെ വരാതെ. ഐ ലുക്ക് ലൈക്ക് എ മൊട്ട. ബട്ട് ഇറ്റ്സ് ഓക്കേ. ഹായ്, നല്ല ഫോട്ടോ, കൊള്ളാം ഗൈസ്. കാൻഡിഡ് ഞാൻ അറിഞ്ഞത് പോലും ഇല്ല എടുത്തത്. പെട്ടെന്ന് വളരെ വ്യത്യസ്തമായ ഫോട്ടോ. ഉയരൊണ്ടേ കാണാൻ ഒരു സൈഡിലോട്ട് പോയി അടുത്ത സൈഡ് ഞാൻ അവിടെ പിടിച്ച്. ഇതിങ്ങനല്ല, ഫുൾ ബ്ലോക്ക് കണ്ടോ? लेफ्ट साइड राइट साइड पे राइट लेना है आपको। राइट लेके आपको मंदिर से रास्ता चालू हो जाएगा। ഫോട്ടോക്കാരൻ ഞങ്ങളേതോ ഗല്ലിയുടെ അകത്തൂടെ കയറ്റി വിട്ട്. ഞങ്ങളിപ്പോൾ ഇതിൻ്റെ അകത്തൂടെ നടക്കുന്നു. നമ്മൾ അമ്പലത്തിൽ കയറിയില്ല. അവിടെ ദർശനത്തിന് നിൽക്കണമെങ്കിൽ ലൈനിൽ നിൽക്കണം. ഇവിടെ കുറേ സാധനങ്ങളുണ്ട്. ഓക്കെ, ഈ പൂവും എന്ത് പൂജയ്ക്ക് എന്തോ ആണെന്ന് തോന്നുന്നു. എല്ലായിടത്തും പൂക്കടകളൊക്കെ ഉണ്ട്. ഭയങ്കര സ്ലിപ്പറി തെന്നി അങ്ങ് പോകണം.
അങ്ങോട്ടൊന്നും ഇല്ലല്ലേ? ഇവിടെ ഇതൊക്കെ തന്നെ ഷോപ്പുകൾ. ഇവിടെ എല്ലാം ഒരേ കണക്കിരിക്കുന്നത്. നോക്കിയേ, പെയിൻറ്റിങ്സ് എല്ലാം ഒരേപോലെ. സൈക്കിൾ റിക്ഷയിൽ കയറി എന്നിട്ട് നമ്മളെങ്ങോട്ടാണ് പോണേ? അസിഘട്ട്. സൈക്കിൾ റിക്ഷയിൽ പോകുന്നു. വളരെ നല്ല എക്സ്പീരിയൻസ്. എനിക്ക് പേടിയാണ്. അതെ എല്ലാം നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യണം. അസിഘട്ടിലോട്ട് പോകുന്നു. ചെങ്ങാരത്തി കാണാനായിട്ട് അസിഘട്ടിലോട്ട് പോകുന്നു. സമയം 4 മണി കഴിഞ്ഞിട്ടേ ഉള്ളൂ. പക്ഷേ നേരത്തെ പോലെ നമുക്കിപ്പോൾ കാണാൻ പറ്റും. അതെ അതെ, വളരെ വ്യത്യസ്തമായൊരു എക്സ്പീരിയൻസ് ആണ്. എല്ലാവരും ഇത് എക്സ്പീരിയൻസ് ചെയ്യണം. വണ്ടർലയിൽ റൈഡ് പോയതുപോലെ. നമ്മളങ്ങനെ അസിഘട്ടിലെത്തി. ഈ ഗംഗാ നദി. ആരതി നടക്കുന്ന സ്ഥലം വൃത്തിയാക്കുക. അവിടെ നടക്കുന്ന ആരതി. നമ്മളിപ്പോൾ അസിഘട്ടിൽ ആരതി കാണാനായിട്ടാണ് വന്നേക്കുന്നത്. ഇവിടെ ആരതി നടത്താൻ വേണ്ടിയിട്ട് നിർത്തിക്കൊണ്ടിരിക്കുക. സമയം ഇപ്പോൾ 4:58 ആയിട്ടുള്ളൂ. നമ്മൾ നേരത്തെ വന്നതാണ്. 7 മണിക്കാണ് ആരതി. അത് കാണാനായിട്ട് നമ്മൾ വന്നേക്കാണ്. മര്യാദയ്ക്ക് കാലും താത്തിരുന്ന ഞാൻ, നീ എന്തിനാണ് ഇവിടെ വന്നിരുന്നത്? എണീറ്റ് പോവും, വേറെ എങ്ങോട്ടെങ്കിലും പോവും. ഇവിടെ വിൻ്റർ സീസണിൽ 6 മണിക്കും സമ്മർ സീസണിൽ 7 മണിക്കും എന്നാണ് പറഞ്ഞത് ആരതി. അവിടെ പ്രിപ്പറേഷൻസ് നടക്കുന്നു സ്റ്റിൽ. ഈ കാർപ്പറ്റ് തറയിൽ വിരിക്കുന്ന എന്തിനാണെന്നറിയോ? ഈ ഫ്രണ്ടിൽ കുറച്ച് ആൾക്കാർ ഇരിക്കുന്നുണ്ട്, അതേപോലെ ബാക്കിലായിട്ടിരിക്കാം. പിന്നെ ഇവിടെ കുറേ ഷോപ്പുകളൊക്കെ. ഷോപ്പല്ല, നമ്മൾ വന്നപ്പോൾ ഒന്നുമില്ല, ശൂന്യമായിരുന്നു. ഇപ്പോൾ അതേ മാഗി ഷോപ്പെന്ന് പറയാൻ പറ്റും. സെറ്റപ്പ്. ഒരു സെറ്റപ്പ്. മോമോസ്, മാഗി, അതിൻ്റെ പേരെന്തെന്ന്? പേരയ്ക്ക അല്ലേ? പേരയ്ക്ക എല്ലാം ഉണ്ട്. കുറച്ച് ഇവിടെ ഫുള്ളാവും. സ്ഥലം കാണിച്ചോളൂ. ഇപ്പം എന്താ ഇവിടെ ശൂന്യമാണ്. കുറച്ച് കഴിയുമ്പോൾ ഇവിടെ നിൽക്കാൻ പറ്റില്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അതുകൊണ്ട് ആരതി തുടങ്ങാറായി. എല്ലാവരും വന്നിരുന്നു. ധ്യാനം സമർപ്പയാമി. ധ്യാനാർത്ഥഗന്ധാക്ഷതപുഷ്പാണി സമർപ്പയാമി. അഥ സമർച്ചനം സമവൃത്തതാപദ്ഭ്യാം ഭൂകസന്യഭയസനെ അഗ്നേഃ പ്രജാ जो तुमको सदगति है पाता जय गंगा. നമ്മൾ രണ്ടുപേരും ആരതിയൊക്കെ കണ്ടു കഴിഞ്ഞു. ഞങ്ങൾ ഇറങ്ങിയു. നല്ലൊരു ഫീലുള്ള സംഭവമാണ് ആരതി കാണുന്നത്. അല്ലേ? ഭയങ്കര തിരക്ക്. ജനസാഗരം എന്നൊക്കെ പറയത്തില്ലേ, അതാണ്. എങ്ങോട്ടാണ് നമുക്ക് പോണ്ടേ? അങ്ങോട്ടാണോ? ഞങ്ങൾ സിറ്റി എക്സ്പ്ലോർ ചെയ്യാൻ വന്നു ഗൈസ്. ഇവിടെയുള്ള കാശി ചാട്ട് ബന്ദ്ര ചാട്ട് കഴിക്കണോ? ഇത് ടമാറ്റർ ചാട്ടും ആലൂട്ടിക്ക് ചാട്ടും രണ്ടും അടിപൊളി. നല്ല ടേസ്റ്റ്. കൊള്ളാം, നല്ല രസം. ഭയങ്കര റഷ്. നമ്മൾ തന്നെ കുറേ നേരം നിന്നിട്ടാണ് കിട്ടിയതല്ലേ? പക്ഷെ കൊള്ളാം, നല്ല ടേസ്റ്റ് ഉണ്ട്. ഇതാണ് തിരക്ക്. ഫോൺ കേട്ട് വയ്യ. ഗുലാബ് ജാമുനാണോ? പക്ഷെ അടിപൊളി. ഇവർക്കിതൊരു ആനന്ദമാണെന്ന് തോന്നുന്നു ഹോൺ അടിക്കുന്നത്. 1, 2, 3, 4 ഞങ്ങൾ രണ്ടുപേരും ബാഗ്. അത് കൂട്ടുകാരെ കാര്യമൊക്കെ പറഞ്ഞു പയ്യെ